ബാലകൃഷ്ണ, 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 ഹംസക്കോയ വരുന്നു. നീ ഉടനെ ഇവിടുന്ന് മാറി നിൽക്ക്. ഹംസക്കോയ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നീ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാൻ പോണേ? ഇന്ന് രാത്രി കാശ് കൊടുക്കാമെന്ന്. എവിടെന്ന്? ആ ഉറുമീസിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ കാശ് വാങ്ങിച്ചെടുക്കണം. ചാവാനാണെങ്കിൽ ഇവിടെ തന്നെ കിട്ടി നോക്കിയാ പോരെ? പോലീസിന്റെ വെടി കൊണ്ട് ചാവണ? ചാവുന്നെങ്കിൽ ചാവട്ടെ. ഇങ്ങനെ ശവങ്ങളായിട്ട് ജീവിക്കുന്നതിനും ഭേദം അതാ. മത്തായി ചേട്ടാ, ഇനി ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഞാൻ പറയുന്ന കേൾക്ക്. എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇനി പാത്തം പതുങ്ങി പോകേണ്ട കാര്യമില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ ആ ഉർമീസിന് ഫോൺ ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ഹംസക്കോയെ പറഞ്ഞു നിർത്തിയിട്ട് വരാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതല്ലേ? ഹലോ, ഞാൻ ചെമ്മീൻ വർഗീസാണ്. ഓ, ആരാ? ചെമ്മീൻ വർഗീസ്. നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടേക്ക് വായിലാണ് നിൽക്കുക. അപ്പോഴവൻ ചെമ്മീൻ കച്ചവടത്തിന് വരണേ. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ. ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിനടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക. ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണവും സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ? എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ത് ചെയ്താലും എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്. മറക്കണ്ട. ഒരു കാരണവശാലും ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:50 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യണം. യെസ് സാർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. സാർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സാർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. ഒന്ന് വേഗമാകട്ടെ. ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ. എവിടെ എന്റെ മോൾ? എവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം. ആദ്യം പണം, പിന്നെ കുഞ്ഞ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ. കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും. നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ച് നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ, ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോകാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പണം കൊണ്ടുപോയിക്കൊള്ളൂ.
ഗോലകൃഷ്ണ വരൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഇതിനകത്തുണ്ട്. എന്റെ മോളെവിടെ? ഡാഡി, ഡാഡി, ഡാഡി. Daddy, 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 Daddy. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു.
നിർത്ത്, നീ പെട്ടിക്കൊണ്ട് പോ, നീ പണമായിട്ട് പോ, ഞാൻ മറ്റച്ഛനും വന്നോളാം, നീ പോ. മോള് കരയല്ലേ, ഞങ്ങൾ ഡാഡിയുടെ ആൾക്കാരാ, മോള് കരയല്ലേ. പോടാ. നീ പോ, നീ കാശും കൊണ്ട് പോയി പോ. എടാ പോവാൻ, ഇവനെ വരയാൻ സട്ടിട്ട് പോ, നേരെ പിടിയോരെ. ബാലകൃഷ്ണ, നമുക്ക് ഇവിടെ ഇവിടെ വിടാം, പോലീസുകാർ കൊണ്ടു കൊടുത്തോളൂ. അത് പറ്റില്ല മത്തായിച്ചേട്ടാ, മത്തായിച്ചേട്ടൻ മണയിൽ പൊയ്ക്കോ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരുന്നുള്ളൂ. പറയുന്നേക്ക് മത്തായിച്ചേട്ടാ, ആ നല്ല മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തേ പറ്റൂ. അതിനു മുമ്പ് അവന്മാരെ നമ്മളെ പിടിക്കും. നീ പറയുന്ന കേക്ക്. ഇല്ല മത്തായിച്ച, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരൂ. മത്തായിച്ചേട്ടൻ മണയിൽ പൊയ്ക്കോ. വേണ്ടടാ, ഏതായാലും ഇത്രത്തോളായില്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരാടാ ഉള്ളത്? ഞാനുണ്ടോ നിന്റെ കൂടെ? ആ മോളെ, ഡാഡി, ഡാഡി, ഡാഡി. താങ്ക് യു വെരി മച്ച്. കരാർ തീർന്നു. പക്ഷേ ഞങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ വെറും ഇടനിലക്കാർ മാത്രമാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഈ വേഷങ്ങളൊക്കെ കെട്ടിയത്. ഞങ്ങളോടൊന്നും തോന്നരുത് പ്ലീസ്, ഞങ്ങളോടൊന്നും തോന്നരുത്. വിട്ടട്ടെ. എനിക്കിനി വയ്യ, എനിക്ക് ഓടാൻ വയ്യ. മത്തായിച്ചേട്ടാ, എനിക്ക് വയ്യ ബാലകൃഷ്ണ. മത്തായിച്ചേട്ടൻ ഇവിടെ തന്നെ പോലീസിനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ തിരിച്ചു വരുന്നവർ മത്തായിച്ചേട്ടൻ ഇവിടെ നിന്നും പോകരുത്.
ഈ പോലീസും ബഹളമൊക്കെ സത്യം പറ, എന്ത് ചെയ്തിട്ടാ ബാലകൃഷ്ണ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ വിശ്വസിക്കേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ രാത്രിയിൽ ഈ വഴിക്ക് പാത്തും പതുങ്ങിയും? റാണിയെ കാണാൻ വന്ന നാളെയല്ലേ ഓപ്പറേഷൻ. പണം ശരിയായിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഇല്ല, ബാലകൃഷ്ണൻ എവിടുന്നോ എന്തോ മോഷ്ടിച്ചു, അതാ സത്യം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്. റാണിയോട് ഞാൻ കള്ളം പറയില്ല. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെനിക്ക് കുറച്ച് പ്രതിഫലവും കിട്ടി. അതിൽ നിന്ന് റാണിക്ക് ആവശ്യമുള്ള രൂപ നാളെ രാവിലെ ഇവിടെ എത്തിക്കും. എനിക്ക് വേണ്ടത് സത്യം പറ, ആ പണം എവിടുന്ന ബാലകൃഷ്ണൻ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്നെ അവിശ്വസിക്കരുത്. റാണിയാണ് സത്യം, ദൈവത്തിനാണ് സത്യം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നാളെ രാവിലെ ഞാൻ പണവുമായി എത്തും. ബാലകൃഷ്ണ, എനിക്ക് ബാലകൃഷ്ണനെ വിശ്വസിക്കാമോ? പ്ലീസ്. ഞങ്ങൾക്ക് വെളുപ്പിനെ പോണം. ഉണ്ണി വല്ലാത്ത പ്രതീക്ഷയില്ല. പോകാനായി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു, കാറ് വരെ. പോകുമ്പോ ഞങ്ങൾ ആ വഴി വരട്ടെ? എങ്കിലതാ നല്ലത്. പണവുമായി ഞാൻ കാത്തിരിക്കും. ചെല്ല്, സമാധാനമായി കിടന്നുറങ്ങിക്കോ. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, സൂക്ഷിച്ച്. മത്താച്ചേട്ടാ, ആരെയാ നോക്കുന്നേ? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു. മത്തായിച്ച, നമ്മൾ രക്ഷപ്രഭുക്കളായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ. എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങള് വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, മത്തായിച്ച. എടാ അവൻ നീ ഇത് ആർക്കാ വിളിക്കുന്നത്? ഹലോ, ശരണാലയല്ലേ? ഗോപാലകൃഷ്ണന്റെ അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ലോ. രാത്രി തന്നെ വന്ന് ഗോപാലകൃഷ്ണൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. അവരെന്താ പറഞ്ഞു? അവൻ പണം കൊണ്ട് കടന്നു കയറുന്നു മത്താച്ച. അവൻ നമ്മളെ പറ്റിച്ചു. അവനത് ചെയ്യും. ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് ആ ചതി ചെയ്യരുതായിരുന്നു മത്താച്ച. അവനെ വിടരുതാ ബാലകൃഷ്ണ, വിടരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഈ നാട് കടക്കാൻ നോക്കും. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിട്ട് അവൻ രക്ഷപ്പെടണ്ട. വിളിച്ചു പറയടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. പോലീസ് സ്റ്റേഷൻ. ഉറുമീസ് തമ്പാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ അറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർ മത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. എവിടുന്നാ വിളിക്കുന്നത്? മാന്നാർ മത്തായിയുടെ ഉർവശി തിയേറ്റേഴ്സിൽ നിന്നും. ഞാനും മാന്നാർ മത്തായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3-ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. മുഴുവൻ പണവും അവന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന്റെ പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവന്റെ അമ്മ. ഹലോ ഹലോ ഹലോ.
ഹംസക്കോയുടെ പെങ്ങള്. അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, ദാ പണം. മത്തായി ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ബാലകൃഷ്ണ, നമ്മൾ ലക്ഷപ്രഭുക്കളാണ്. എന്താ മത്തായി ചേട്ടാ? നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഹംസക്കോടെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റി വിട്ടു. ബാലകൃഷ്ണ, നബീസറ കല്യാണം നാളത്തിൽ നടക്കൂടാ. ദേ, ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 പേർക്കും ഉള്ളതാ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു എന്ന് കരുതി. എന്നിട്ട് ബാലകൃഷ്ണ, എന്നിട്ട് എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷവും ഇവിടെ എത്തും. നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപാലകൃഷ്ണൻ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യുവരെ. വരണം. ബാലകൃഷ്ണ, ഈ അവസ്ഥയിൽ അമ്മ എന്നെ കാണരുത്. ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? എന്നെ കബളിപ്പിച്ച് നിങ്ങൾ നേടിയ പണമില്ലേ, അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കൊള്ളൂ. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്. ഇതൊന്നും അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്ത് തരാൻ പറ്റുമോ? ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്. ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറേ, ആ ഫോണൊന്ന് എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ.
रामजी राव